Welcome to my classroom, Design of Concrete Structures 2, CE 304 for Semester 6, KTU Civil Engineering students. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 5. Today's topic, design of circular water tank with flexible base. Module 5, circular water tank. Design question നോക്കാം. Question. Design and detail of a circular tank with flexible base. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു flexible baseഉം rigid ബേസും ഉണ്ടെന്ന് പറഞ്ഞു. For a capacity of 6 lakh liters, the depth of water is to be 5 meter, okay, including freeboard of 250 mm. Then the tank is supported on ground. Use M30 concrete and FE 415 grade steel. Question ഒന്നുകൂടെ read ചെയ്യാം. Design and detail of a circular tank with flexible base for a capacity of 6 lakh liters. The depth of the water to be 5 meter including freeboard of 250 mm. The tank is supported on ground. Use M30 concrete and FE 415 grade steel. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സർക്കുലർ വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസൈൻ മാത്രമല്ല, ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ്. ഓക്കെ, സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ബേസ്. ഫ്ലെക്സിബിൾ ബേസ് ആയിട്ടുള്ള വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യണം. അതിന്റെ കപ്പാസിറ്റി 6 lakh ലിറ്റേഴ്സ് ആണ്. ടാങ്കിന്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്, ഇൻക്ലൂഡിംഗ് ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് 250 ആണ് പറഞ്ഞിരിക്കുന്നത്. 250 mm ആണ്. ടാങ്ക് ഗ്രൗണ്ടിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ M20 കോൺക്രീറ്റിലും FE 415 ഗ്രേഡ് സ്റ്റീലിലും ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഡിസൈനിലേക്ക് പോവാം. സൊല്യൂഷൻ. ഓക്കെ, ഞാൻ വാട്ടർ ടാങ്ക് ഒന്ന് വരയ്ക്കാം. സർക്കുലർ വാട്ടർ ടാങ്ക് ആണ്. നമുക്കിവിടെ വെള്ളം, ഇതാണ് ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ഇത്രവും അത് നമുക്ക് പറഞ്ഞേക്കുന്നത് 250 mm, ദാറ്റ് മീൻസ് 0.25 മീറ്റർ. സോ നമ്മുടെ ഓവറോൾ ഹൈറ്റ് പറഞ്ഞേക്കുന്നത് 5 മീറ്റർ. ഇനി നമുക്ക് ഡയമീറ്റർ, ദിസ് ഇസ് ദ ഡയമീറ്റർ. നമുക്ക് പറഞ്ഞിട്ടില്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ. കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട് 6 lakh liters. സോ നമുക്ക് സൊല്യൂഷനിൽ ഇത് ക്ലിയർ ആയല്ലോ. ഫ്രീ ബോർഡ് ആണ്, നിങ്ങൾക്ക് അറിയാൻ മേത്തെന്ന് ഞാൻ പറഞ്ഞു. സോ നമ്മൾ ഇവിടം വരെയാണ് വാട്ടർ ഉള്ളത്. ടാങ്കിന്റെ ഹൈറ്റ് മൊത്തത്തിൽ 5 മീറ്റർ ആണ്. ദിസ് ഈസ് ഫ്രീ ബോർഡ്. നമ്മൾ ഇച്ചിരി ഒഴിച്ചിടുന്ന ഭാഗം. ഓക്കെ, ഈ ഒരു ചെന്നം വരെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യില്ല. ഒരു ഇത്തിരി മാറിയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രീ ബോർഡ്. അതാണ് 0.25 മീറ്റർ. സോ നമുക്ക് ക്വസ്റ്റിനകത്ത് കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ ഹൈറ്റ് 5 മീറ്റർ ഇൻക്ലൂഡിംഗ് 250 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടാങ്ക് റെസ്റ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടിലാണ്. സർക്കുലർ വാട്ടർ ടാങ്ക് ആണ് വിത്ത് ഫ്ലെക്സിബിൾ ബേസ് ആണ്. ഫ്ലെക്സിബിൾ ബേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഒരു വോളും ബോട്ടം സ്ലാബും കൂടെ ഉള്ള ഈ ഒരു ജോയിന്റ് ജംഗ്ഷൻ ബി എന്ന് പറയുന്നത് മൂവ് ഔട്ട്വേർഡ് ആണ്. സോ ഇവിടെ ബെൻഡി മൊമെന്റ് ഷിയർ ഫോഴ്സ് ഉണ്ടാവത്തില്ല, ഒൺലി ഹൂപ്പ് ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഫ്ലെക്സിബിൾ ബേസിൽ നിന്ന് നമ്മൾ അത്രയും മനസ്സിലാക്കിയേക്കാം. നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ്, dimension of the tank. Dimension of the tank ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് കപ്പാസിറ്റി ഗിവൺ ആണ്. കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എത്രയാ പറഞ്ഞിട്ടുള്ളത്? 6 lakh liters ആണ്. ശ്രദ്ധിച്ചോണേ, 6 lakh 00000. കറക്റ്റ് അല്ലേ? 6 lakh liters. നമുക്കിതിനെ M³ കൺവേർട്ട് ചെയ്യാം. നമുക്ക് 1000 ലിറ്റേഴ്സ് എത്രയാണെന്നറിയാമോ? എത്രയാ? 1 M³. 1000 ലിറ്റേഴ്സ് 1 M³ ആണ്. 1 ലിറ്റർ എത്ര kg ആണെന്നറിയാമോ? യെസ്, 1 kg. ഇത്രയൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. 1000 ലിറ്റേഴ്സ് നമുക്ക് 1 M³ ആണെന്നറിയാം. സോ നമുക്ക് 6 lakh ലിറ്റേഴ്സ് എത്ര വരും? 6 lakh ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. സോ 600 M³. സോ നമ്മൾ M³ കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആയിട്ടിരിക്കട്ടെ.
ദെൻ നമുക്ക് ഡെപ്ത് ഓഫ് ദ വാട്ടർ നമ്മൾ ക്യാപിറ്റൽ H ആയിട്ട് ഡിനേറ്റ് ചെയ്തു. ടോട്ടൽ ഹൈറ്റ് നമുക്ക് 5 മീറ്റർ അറിയാം. മൈനസ് ഫ്രീ ബോർഡ് എത്രയാ? 0.25. എത്ര വന്നു? യെസ്, 4.75 മീറ്റർ, റൈറ്റ്? യെസ്, ഇത് 250 mm എന്നാണ് ക്വസ്റ്റ്യന് കൺവേർട്ട് ചെയ്യുക മീറ്ററിലേക്ക്, ബിക്കോസ് 5 മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി അറിയായിരുന്നു, സോ നമ്മൾ അതിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡെപ്ത് H ആയിട്ട് ഡിനോട്ട് ചെയ്തു, അത് നമുക്ക് ഗിവൺ ഡേറ്റ ആയിരുന്നു. സോ ഡെപ്ത് ഓഫ് ദ വാട്ടർ നമ്മളൊന്ന് 4.75 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് റിമൈനിങ് ഡയമീറ്റർ ഓഫ് ദ ടാങ്ക് ആണ്. സോ നമുക്ക് അടുത്തത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡയമീറ്റർ ഓഫ് ദ ടാങ്ക്. എങ്ങനെ കണ്ടുപിടിക്കും ഡയമീറ്റർ ഓഫ് ദ ടാങ്ക്? നമുക്ക് ടാങ്കിന്റെ വോളിയം ഓഫ് വാട്ടർ വോളിയം ഓഫ് ടാങ്കുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. വോളിയം ഓഫ് ടാങ്ക് ഈക്വൽ ടു എന്തായിരിക്കും? വോളിയം ഓഫ് വാട്ടർ. ടാങ്ക് നമ്മളുടെ എന്താ? സർക്കുലർ ആണ്. ദാറ്റ് മീൻസ് π/4 d²h, റൈറ്റ്? π/4 d²h ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ. വോളിയം ഓഫ് വാട്ടർ എത്രയാ? കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഇറ്റ് ഈസ് 600 m3. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് നമുക്ക് ഹൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. π/4 × d² ആണ്, ഡയമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. d² × h 4.75 ഈക്വൽ ടു 600. ക്ലിയർ അല്ലേ? യെസ്, 600. ഒന്ന് ടപ്പ് ആൻസർ പറഞ്ഞ ഡി എത്ര കിട്ടിയെന്ന് ഇക്വേറ്റ് ചെയ്തേ. എത്ര കിട്ടി? യെസ്, 12.68 മീറ്റർ. റൗണ്ട് ചെയ്യാം, 13 മീറ്റർ. പ്രശ്നമില്ലല്ലോ? യെസ്. അപ്പൊ ഡയമെൻഷനിൽ നമ്മൾ ഹൈറ്റും ഡയമീറ്ററും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതിൽ ഡയമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? സ്റ്റെപ്പ് നമ്പർ 2, കാൽക്കുലേഷൻ ഓഫ് ഹൂപ്പ് ടെൻഷൻ. നമ്മൾ ഡയമെൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, നമുക്കിനി ഹൂപ്പ് ടെൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാം, ദ ടാങ്ക് ഈസ് ഫ്ലെക്സിബിൾ ബേസ് ആണ്. ഓക്കെ, ടാങ്ക് ഫ്ലെക്സിബിൾ ബേസ് ആണ്. ഫ്ലെക്സിബിൾ ബേസ് ആണെങ്കിൽ എന്തായിരുന്നു നമ്മൾ തിയറിയിൽ പറഞ്ഞത്? ഫ്രീ ടു മൂവ് ആണ്. ഓക്കെ, ഫ്ലെക്സിബിൾ ബേസ് ആവുമ്പോൾ ഫ്രീ ടു മൂവ് ആണ്, അത് നമുക്കറിയാം. എന്ന് വെച്ചാൽ നമുക്ക് വോളില് ദിസ് ഈസ് വോൾ, ദിസ് ഈസ് ബോട്ടം ബേസ്. സോ വോളില് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യുന്നില്ല. ദർ ഇസ് നോ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഇൻ ദ വോൾ, ബട്ട് ഓൺലി എന്ത് മാത്രമേ ഉള്ളൂ? ഹൂപ്പ് ടെൻഷൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്താ? മാക്സിമം ഹൂപ്പ് ടെൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സി ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഇതാണ് നമ്മുടെ ടാങ്ക്. ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ പ്രഷർ വോളിലേക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് 0 ആയിരിക്കും, ഇവിടെയാണ് മാക്സിമം വരുന്നത്. അതായത് ഇതിന്റെ ഡിഫ്ലക്റ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ബി ആണെങ്കിൽ ദിസ് ഇസ് B'(A). ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ മാക്സിമം ഹൂപ്പ് ടെൻഷൻ അറ്റ് ദ ബേസ് ആയിരിക്കും. നമുക്ക് T ഡിനോട്ട് ചെയ്യാം. റോ D/2. ഞാൻ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു റോ D/2. റോ എന്താ? ഇറ്റ്സ് എ മാക്സിമം പ്രഷർ. മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഗാമ എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. ഗാമ ഇൻറ്റു ദിസ് ഈസ് H. ഓക്കെ, ദിസ് ഈസ് H. ഓക്കെ, മാക്സിമം പ്രഷർ ഈക്വൽ ടു ഗാമ ഇൻറ്റു H ആയിരിക്കും. ദെൻ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഇറ്റ് ഈസ് 9.81 kN/m3. H നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെപ്ത് ഓഫ് ദ വാട്ടർ ഇറ്റ് ഈസ് 4.75 മീറ്റർ. സോ നമുക്ക് ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T ഈക്വൽ ടു റോ D/2. റോ എന്താ? ഗാമ H. ഗാമ H ഇൻറ്റു D/2. ഓക്കെ അല്ലെ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗാമ എന്തായിരുന്നു? 9.81 ഇൻറ്റു H എത്രയാ? 4.75 ഇൻറ്റു D നമുക്ക് എത്ര കിട്ടിയ? 13 ഡിവൈഡഡ് ബൈ 2. എത്ര കിട്ടി? ടപ്പേന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. 9.81 ഇൻറ്റു 4.75 ഇൻറ്റു 13/2. 302.88 kN/m ഹൈറ്റ് ഓഫ് വോൾ. ഓക്കെ, പെർ മീറ്റർ ഹൈറ്റ് ഓഫ് വോളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. സോ 302.88 kN/m ഹൈറ്റ് ഓഫ് ദ വോൾ. പെർ മീറ്റർ ഹൈറ്റ് ഓഫ് ദ വോൾ. സ്റ്റെപ്പ് നമ്പർ 3,
കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ. ഇപ്പൊ നമ്മൾ ഹൂപ്പ് ടെൻഷൻ നമുക്ക് കിട്ടി 302.88 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഹൈറ്റ് ഓഫ് ദ വോൾ. നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീല് പ്രൊവൈഡ് ചെയ്യണം. സോ കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ നമുക്ക് സ്റ്റീലാണ്. പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ നമുക്ക് സിഗ്മ എസ് ടി ആണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ്, എല്ലാം നോട്ട് ചെയ്യുക. പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ സിഗ്മ എസ് ടി ആണ്. Assume ചെയ്യാം, we assume that the entire hoop tension is taken by steel and the concrete is fully cracked. Entire hoop tension is taken by steel and the concrete is fully cracked. Sigma ST equation and the sigma ST equal to, that means permissible stress in steel is sigma ST. Hoop tension divided by area. Okay, hoop tension divided by area. AST, area of steel. നമുക്കിവിടെ FE 415 ഗ്രേഡ് സ്റ്റീൽ ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ സിഗ്മ ST എത്രയാന്ന് നോക്കണം. എല്ലാവരും IS 3370 പാർട്ട് 2 എടുക്കുക. IS 3370 പാർട്ട് 2. ഓക്കെ, പാർട്ട് 2 നമ്മുടെ കോഡ് വാട്ടർ ടാങ്കിന്റെ എടുക്കുക. പേജ് നമ്പർ 3. സി പേജ് നമ്പർ 3 എടുക്കുക. ഓക്കെ, പേജ് നമ്പർ 3 ടേബിൾ 4. ക്ലിയർ? പേജ് നമ്പർ 3 ടേബിൾ 4. ക്ലിയർ അല്ലേ? ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ഇൻ മെമ്പേഴ്സ് അണ്ടർ ഡയറക്റ്റ് ടെൻഷൻ, ബെൻഡിങ് ആൻഡ് ഷിയർ. നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് പെർമിസിബിൾ സ്ട്രെസ്സസ് ന്യൂട്ടൺ പെർ mm² ആണ്. ഓക്കെ, നമുക്കിവിടെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്ലെയിൻ റൗണ്ട് മൈൽഡ് സ്റ്റീലും പറഞ്ഞിട്ടുണ്ട്, ഹൈ സ്ട്രെങ്ത് ഡീഫോംഡ് ബാസ് HYSD ബാസ്. നമുക്കിവിടെ FE 415 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് 130. ഓക്കെ, 130 ന്യൂട്ടൺ പെർ mm² ആണ് നമ്മുടെ വാല്യൂ. അപ്പൊ നമ്മൾ ടേബിൾ 4 പേജ് നമ്പർ 3 IS 3370 പാർട്ട് 2 നിന്നാണ് 130 എടുത്തിരിക്കുന്നത്. സിഗ്മ ST ഈക്വൽ ടു 130 ന്യൂട്ടൺ പെർ mm². ബ്രാക്കറ്റിൽ എഴുതാൻ മറക്കരുത്. ടേബിൾ 4 പേജ് നമ്പർ 3 IS 3370 പാർട്ട് 2. ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോവാം. നമുക്ക് AST ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ AST ഈക്വൽ ടു എന്താ? T ഡിവൈഡഡ് ബൈ ഈ ഇക്വേഷനകത്തുനിന്ന് T ഡിവൈഡഡ് ബൈ സിഗ്മ ST. തെളിയുന്നില്ലല്ലേ? T ഡിവൈഡഡ് ബൈ സിഗ്മ ST. ഓക്കെ, T എത്രയായിരുന്നു നമ്മൾക്ക്? ഹൂപ്പ് ടെൻഷൻ 302.88 കിലോ ന്യൂട്ടൺ ആയിരുന്നു. സോ മേക്ക് ഇറ്റ് ഇൻ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ സിഗ്മ ST. നമുക്ക് ഇപ്പൊ കിട്ടി. T ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിട്ടേക്കാമേ. 302.88 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഹൈറ്റ് ഓഫ് വോൾ. സോ കിലോ ന്യൂട്ടൺ ആയിരുന്നു, അതിനെ ഞാൻ ന്യൂട്ടൺ ആക്കി. സിഗ്മ ST 130. എത്ര കിട്ടി? ടപ്പേന്ന് ഉത്തരം പറയോ? 302.88 into 10⁻³ divided by 130. Yeah, 2329.875 mm². ഓക്കെ, ഇത് ന്യൂട്ടൺ പെർ mm². സോ 2329.875 mm². സോ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീല് കിട്ടി. സോ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമുക്ക് ഡയമീറ്റർ ഓഫ് ദ ബാർ നോക്കാം. അസ്യൂം 16 mm ഡയാബാസ് യൂസ് ചെയ്യാം. 16 mm ഡയാബാസ്. നമുക്ക് അടുത്ത എന്താ? സ്പേസിംഗ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സ്പേസിംഗ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? പറ. 1000 small AST divided by capital AST. 1000 into small AST എന്താ? π/4 d². d നമ്മളിപ്പോ യൂസ് ചെയ്ത എന്താ? 16² divided by capital AST. എന്തുട്ടാ? 2329.875. ഓക്കെ, എത്ര കിട്ടി? 86.29 mm. ഞാൻ താഴേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. സ്പേസിംഗ് ഓക്കെ 85 mm. സോ നമുക്ക് ഫൈനലി പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് 16 mm ഡയാബാസ് at 85 mm center to center spacing as എന്താ? ഹൂപ്പ് റീൻഫോഴ്സ്മെന്റ്. ഇത് നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? ആസ് റിങ്സ്. സർക്കുലർ വാട്ടർ ടാങ്ക് ആണ്. നമ്മൾ റിങ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ റിങ്സ് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തെളിയുന്നില്ലല്ലേ? റിങ്സ് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് റിങ്സ് അറൌണ്ട്
around telinyo, yeah, around the circumferential direction of the wall. Okay, underline ചെയ്തേക്കുക. ഈ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം തന്നെ അണ്ടർലൈൻ ചെയ്തേക്കുക. ഓക്കെ, പ്രൊവൈഡ് 16 mm dia bars at 85 mm center to center spacing as hoop reinforcement as നമ്മൾ എന്തായിട്ടാ കൊടുത്തിരിക്കുന്നത്, റിംഗ്സ് ആയിട്ട് around the circumferential direction of the wall. സ്റ്റെപ്പ് നമ്പർ 4, കാൽക്കുലേഷൻ ഓഫ് തിക്നെസ് ഓഫ് ദ വോൾ. ഇനി നമുക്ക് വോളിന്റെ തിക്നെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. In this case, the stress in concrete should not exceed the permissible tensile stress in concrete. The stress in concrete should not exceed permissible tensile stress in concrete. That means hoop tension T divided by equivalent area less than or equal to sigma CT. What is sigma CT? Permissible concrete stress in direct tension. നമുക്ക് അത് എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IS 3350 സിഗ്മ CT is equal to നമുക്ക് എടുക്കണം. IS 3370 പാർട്ട് 2ലേക്ക് പോവാം. ടേബിൾ എത്രയാണ്? ടേബിൾ 1. ടേബിൾ 1 ഉണ്ട് പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ്സസ്, ഡയറക്റ്റ് ടെൻഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് കറസ്പോണ്ടിങ് ടു നമ്മളിവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന M. ക്ലിയർ ആണോ? യെസ്, M30ക്ക് ക്ലിയർ ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. M30 കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ M30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്റ്റ് ടെൻഷനിൽ 1.5 Newton/mm² ആണ് പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ്. സിഗ്മ CT ഈക്വൽ ടു 1.5 Newton/mm² കറസ്പോണ്ടിങ് ടു M30 കോൺക്രീറ്റ്. സോ നമുക്കിനി ഹൂപ്പ് ടെൻഷൻ അറിയാം, സിഗ്മ CT കിട്ടി. ഇനി നമുക്ക് ഇക്വലന്റ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഇക്വലന്റ് ഏരിയ ഈക്വൽ ടു AG പ്ലസ് M-1 ഇൻറ്റു AST. AG എന്താ? ഗ്രോസ് ഏരിയ പ്ലസ് M മോഡുലാർ റേഷ്യോ -1 ഇൻറ്റു AST. ഓക്കെ, അപ്പോ നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് മോഡുലാർ റേഷ്യോയുടെ ഇക്വേഷൻ M ഈക്വൽ ടു 280/3 സിഗ്മ CBC. ഇതെവിടെയാ കിടക്കുന്നത്? 280 നേരത്തെ നമ്മളൊരു ഡോമിന്റെ ഡിസൈനിൽ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ 280/3 സിഗ്മ CBC. പേജ് നമ്പർ 8 IS 456 2000 അനക്ഷർ ബിയിലുണ്ട്. Modular ratio M has the value 280 divided by 3 sigma CBC, where sigma CBC is the permissible compressive stress due to bending in concrete in Newton/mm² as specified in the table 21. That means page number 81, table 21 permissible stress in concrete sigma CBC corresponding to നമുക്ക് ഏതായിരുന്നു? M30ക്ക് corresponding ആയിട്ട് bending ആണ് വേണ്ടത് 10. സോ നമുക്ക് സിഗ്മ CBC 10 Newton/mm², പേജ് നമ്പർ 21, ടേബിൾ 21, പേജ് നമ്പർ 81, IS 456. സോ നമുക്കിനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എമ്മിന്റെ വാല്യൂ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 280 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10 എത്ര കിട്ടി? 9.33. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി എത്രയായിരുന്നു? ഹൂപ്പ് ടെൻഷൻ 302.88 into 10⁻³ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ എയുടെ ഇക്വേഷൻ എന്താ? AG പ്ലസ് M 9.33 -1 into AST. ഓക്കെ, AST നമുക്ക് എത്രയാ? AST പ്രൊവൈഡഡ് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. AST പ്രൊവൈഡഡ് എത്രയാ? നമുക്ക് 1000 ഇൻറ്റു സ്മോൾ AST π/4 നമ്മൾ എത്രയായിരുന്നു? 16 അല്ലായിരുന്നു? യെസ്, 16² ഡിവൈഡഡ് ബൈ 16 ഡിവൈഡഡ് ബൈ സ്പേസിങ്. നമുക്ക് എത്രയായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തത്? 85 ആയിരുന്നു നമുക്ക് കൊടുത്തത്. 86 പോയിന്റ് കണ്ടാ നമുക്ക് വന്ന് നമ്മൾ 85 കൊടുത്തു. ദാറ്റ് ഈസ് എത്ര വരും? 1000 ഇൻറ്റു π/4 ഇൻറ്റു 16² ബൈ 85. യെസ്, 2365.434 mm². സോ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2365.434 ഈക്വൽ ടു എത്രയായിരുന്നു? സിഗ്മ CT 1.5. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ? AG മാത്രമേ ഉള്ളൂ അൺനോൺ ആയിട്ട്. സോ AG ഫൈൻഡ് ഔട്ട് ചെയ്യാം. AG ഈക്വൽ ടു എത്ര കിട്ടി? 182215.93 mm². 1822
15.93 mm square. ഓക്കെ, നമുക്കിപ്പം ഗ്രോസ് ഏരിയ നമുക്ക് കിട്ടി. നമുക്ക് തിക്നെസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ കൺസിഡർ 1 meter height of the wall, 1 meter height of the wall, that is AG equal to 182215.93. ഗ്രോസ് ഏരിയ 1 meter ആണ്, ദാറ്റ് ഈസ് 1000 ഇൻറ്റു തിക്നെസ് എത്രയാ T ആയിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് അതാണ് കിട്ടേണ്ടത്. സോ ഏരിയ നമുക്ക് 182215.93. ഇതിൽ നിന്ന് നമുക്ക് T കിട്ടുമല്ലോ. therefore thickness T equal to എത്ര കിട്ടി? 182.21. നമുക്ക് റൗണ്ട് ചെയ്ത് 182.21 mm ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് റൗണ്ട് ചെയ്ത് എത്ര കൊടുക്കാം? 200 കൊടുക്കാം. 200 mm. ഫൈനലി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. Provide the thickness of the wall is 200 mm. Underline ചെയ്യാം. പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം അണ്ടർലൈൻ ചെയ്യാം. സോ തിക്നെസ് ഓഫ് ദ വോൾ 200 mm. സ്റ്റെപ്പ് നമ്പർ 5, ചെക്ക് ഫോർ മിനിമം റീൻഫോഴ്സ്മെന്റ്. നമ്മൾ നേരത്തെ വാട്ടർ ടാങ്കിന്റെ കേസ് പറഞ്ഞപ്പോൾ മിനിമം റീൻഫോഴ്സ്മെന്റ് നമുക്ക് ആസ് പെർ IS 3370 പാർട്ട് 2ലാണ്. സോ എല്ലാവരും വീണ്ടും കോഡ് എടുക്കുക. ആസ് പെർ IS 3370 പാർട്ട് 2 മിനിമം റീൻഫോഴ്സ്മെന്റ് ക്ലോസ് 8.1.1 പേജ് നമ്പർ 3. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സ്റ്റീൽ ഏതായിരുന്നു? FE 415 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് FE 415. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം AST മിനിമം നമുക്ക് 0.35% ഓഫ് ദ സർഫസ് സോൺ ആണ്. ഹിയർ ഇറ്റ് ഈസ് ക്ലോസ് 8.1.1ലുണ്ട്. ഇവിടെയുണ്ട് each surface zone shall not be less than 0.35% of the surface zone cross section as shown in figure 1 and 2 for high strength deformed bars. FE 415 നമുക്ക് 0.35 ആണ്. മൈൽഡ് സ്റ്റീലിന് നമുക്ക് 0.64% ആണ്. സോ AST മിനിമം 0.35%. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം AST മിനിമം 0.35 ഡിവൈഡ് ബൈ 100 ഇൻറ്റു സർഫസ് സോൺ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ 1 meter ഹൈറ്റ് ഓഫ് കൺസിഡർ ചെയ്തേക്കുന്നത് 1 meter ഹൈറ്റ് ഓഫ് വോൾ ആണ്. സോ 1000 1 meter എന്ന് പറയുമ്പം 1000 mm. സോ 1000 ഇൻറ്റു തിക്നെസ് എത്രയായിരുന്നു നമുക്കിപ്പം 200. സോ എത്ര വന്നു മിനിമം റീൻഫോഴ്സ്മെന്റ്? 700 AST മിനിമം ഈക്വൽ ടു 700 mm സ്ക്വയർ. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു AST provided. AST provided എത്രയായിരുന്നു? 2365.434 mm സ്ക്വയർ ആയിരുന്നു. ഹെൻസ് സേഫ്. AST provided 2365 ആയിരുന്നു. 700 mm ആണ് AST മിനിമം. ഇറ്റ് ഈസ് ലെസ് ദാൻ AST provided. ഹെൻസ് സേഫ്. ഇനി നമുക്ക് ചെക്ക് ഫോർ മിനിമം റീൻഫോഴ്സ്മെന്റ് സേഫ് ആയി. നമുക്ക് ഇനി സ്റ്റെപ്പ് നമ്പർ 6 ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് കൂടെ നോക്കിയേക്കാം. ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് നമ്മൾ ഹൊറിസോണ്ടൽ റീൻഫോഴ്സ്മെന്റ്, അതായത് ഹൂപ്പ് ടെൻഷൻ വന്നപ്പം ഹൊറിസോണ്ടൽ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തു, സർക്കംഫറൻഷ്യലി പ്രൊവൈഡ് ചെയ്തു. സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ ഓഫ് ദ ടാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് റിംഗ്സ് ആയിട്ടാണ്. ഹിയർ ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേർട്ടിക്കൽ റീൻഫോഴ്സ്മെന്റ് ആണ്. വേർട്ടിക്കൽ റീൻഫോഴ്സ്മെന്റ്. ഓക്കെ, അതായത് വോളിൽ എന്താ ദർ ഈസ് നോ ബെൻഡി മൊമെന്റ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്താ പ്രൊവൈഡ് AST മിനിമം. AST മിനിമം നമുക്ക് കൊടുത്താൽ മതിയാവും. AST മിനിമം എത്രയാ? 700 mm സ്ക്വയർ. 700 mm സ്ക്വയർ ആണ് AST മിനിമം. ബിക്കോസ് ഇൻ ദ വോൾ ദർ ഇസ് നോ ബെൻഡി മൊമെന്റ്. നമുക്ക് ഒരു 10 mm ഡയാബാസ് യൂസ് ചെയ്യാം. യൂസ് 10 mm ഡയാബാസ്. സോ സ്പേസിംഗ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്പേസിംഗ് ഈക്വൽ ടു എന്താ? 1000 ഇൻറ്റു സ്മോൾ AST ഡിവൈഡഡ് ബൈ capital AST. That is 1000 into small AST എന്താ? pi/4 d square. നമ്മൾ d എത്ര ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്? 10 mm into 10 square divided by AST. AST എന്തായിരുന്നു? മിനിമം AST ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 700. എത്ര കിട്ടി? യെസ്, 112.199 mm. 112.199 mm. നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് 120 കൊടുക്കാം. 120 പ്രൊവൈഡ്
120 mm. സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഫൈനലി പ്രൊവൈഡ് എത്രയായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് 10 mm ഡയാബാസ് അറ്റ് സ്പേസിംഗ് എത്രയായിരുന്നു 120 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ഇൻ വെർട്ടിക്കൽ ഡിറക്ഷൻ. Okay, in vertical direction. Provide 10 mm diabase at 120 mm center to center spacing in vertical direction. Next, step number 7, check for spacing. നമുക്ക് സ്പേസിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ റിംഗ് ബാസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 85 mm വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് അല്ലെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 120 mm ആണ് സ്പേസിംഗ് കൊടുത്തത്. സോ നമുക്കത് ആസ് പെർ IS 3370 ആണോ എന്ന് സ്പേസിംഗ് ചെക്ക് ചെയ്യാം. എവിടെയായിരുന്നു IS 3370ല്? പേജ് നമ്പർ 5ല് ക്ലോസ് സെയിം മിനിമം റീഇൻഫോഴ്സ്മെന്റിന്റെ ക്ലോസിൽ തന്നെ 8.1.1ല് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ 8.1 ക്ലോസ് മിനിമം റീഇൻഫോഴ്സ്മെന്റ് 8.1.1.1ല് ലാസ്റ്റ് ആയിട്ടുണ്ട് ദ നോമിനൽ കവർ. ബാർ സ്പേസിംഗ് ലാസ്റ്റ് സെന്റൻസ് ആണ്. ബാർ spacing should generally not exceed 300 mm or the thickness of the section, whichever is less. So spacing not less than or equal to 300 mm or thickness of the wall as per IS 3370 part 2 page number 5 close 8.1 നമ്മുടെ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെന്റ് സർക്കംഫറൻഷ്യലി നമ്മൾ റിംഗ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തത്. റിംഗ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് സ്പേസിംഗ് 85 mm ആണ് കൊടുത്തത്. ഡിസ്ട്രിബ്യൂഷൻ ബാസിന് വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുത്ത സ്പേസിംഗ് 120 ആണ്. സോ സ്പേസിംഗ് less than 300 mm അല്ലേ? യെസ്, ലെസ് ദാൻ 300 mm ആണ്. ഹെൻസ് സേഫ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 8, ഡിസൈൻ ഓഫ് ബേസ് സ്ലാബ്. ഇനി നമുക്ക് ബോട്ടം സ്ലാബ്, അതായത് ഇതാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ബോട്ടം സ്ലാബ് എന്തായിരിക്കും? സർക്കുലർ വാട്ടർ ടാങ്ക് ആയിരിക്കും. സോ സർക്കിൾ ആയിട്ടായിരിക്കും നമ്മുടെ ബോട്ടം സ്ലാബ് അല്ലെ ബേസ് സ്ലാബ് വരുന്നത്. സോ ഈ ഒരു സ്ലാബാണ് ഇത്. ഈ ഒരു പോർഷനെ ഈ കാണിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബോട്ടം സ്ലാബ്, ബേസ് സ്ലാബ്. അത് സർക്കുലർ ആണ്, എന്റെ പ്ലാൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനകത്തേക്ക് വരുന്ന ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഡിയൽ ആയിട്ടായിരിക്കും, കാരണം ഇവിടെ നിൽക്കുന്നത് വാട്ടറാ. സോ വെയിറ്റ് ഓഫ് ദ വാട്ടർ നമുക്ക് ഇതിനകത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടാങ്ക് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ ഗ്രൗണ്ട് ആണെന്ന്. ദ ടാങ്ക് ഈസ് സപ്പോർട്ടഡ് ഓൺ ഗ്രൗണ്ട് എന്ന ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് റെസിസ്റ്റിംഗ് ഫോഴ്സ് ആയിട്ട്, അതായത് സോയിലിൽ നിന്ന് ഇങ്ങോട്ടൊരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്. അതാണ് ഈ ഒരു ചിത്രം കാണിച്ചിരിക്കുന്നത്. ഡൗൺവേർഡ് ആയിട്ട് വെയിറ്റ് ഓഫ് ദ വാട്ടർ വരുന്നുണ്ട്, അപ്വേർഡ് ആയിട്ട് റെസിസ്റ്റിംഗ് ഫോഴ്സ് സോയിലിൽ നിന്നുള്ളതും ഉണ്ട്. സോ ഇതൊരു യൂഡിയൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു സർക്കുലർ സ്ലാബിനെ കൺസിഡർ ചെയ്യുക വിത്ത് യൂഡിയൽ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പില് ഡ്യൂ ടു വാട്ടർ ആണ് എങ്കിൽ ബോട്ടത്തില് ഡ്യൂ ടു സോയിൽ പ്രഷർ ആയിരിക്കും, അതായത് ഗ്രൗണ്ടിൽ നിന്നുള്ള സോയിൽ പ്രഷർ. അതുപോലെ തന്നെ ഇതിനകത്ത് ദർ ഇസ് നോ ബെൻഡിംഗ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ത്രൂ ഔട്ട് ദ സ്ലാബ്. ദർ ഇസ് നോ ബെൻഡിംഗ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ത്രൂ ഔട്ട് ദ സ്ലാബ്. സോ നമുക്ക് എന്താ മിനിമം തിക്നെസ് പ്രൊവൈഡ് ചെയ്താൽ മതി. സോ പ്രൊവൈഡ് മിനിമം തിക്നെസ് ഫോർ ദ സ്ലാബ്. സ്ലാബിന് നമുക്ക് മിനിമം തിക്നെസ് പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ് ഈസ് 150 mm. അപ്പൊ എന്താ അതിന്റെ റീഇൻഫോഴ്സ്മെന്റ്? മിനിമം റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. പ്രൊവൈഡ് മിനിമം റീഇൻഫോഴ്സ്മെന്റ് എത്രയായിരുന്നു? FE 450 0.35% ഡിവൈഡ് ബൈ 100 into 1000. ഓക്കെ, 1 meter ഹൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇൻറ്റു നമ്മൾക്ക് തിക്നെസ് എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? 150 ആണ്. സോ അപ്പർ പോർഷൻ ഓഫ് ദ സ്ലാബ് എന്ന് പറയുമ്പോൾ ഹാഫ് എടുത്താൽ മതി. ഓക്കെ, തിക്നെസ് ഹാഫ് 150/2. സോ നമ്മുടെ IS 3370 നമ്മൾ ക്ലോസ് മിനിമം റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ 0.35% ഓഫ് ദ സർഫസ് സോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ തിക്നെസ് മിനിമം തിക്നെസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് 150. ഇവിടെ ഞാൻ 150/2 എടുത്തത് എങ്ങനെയാണെന്ന് പറയുവാണ്. പേജ് നമ്പർ 5 നമ്മുടെ D പറഞ്ഞിട്ടുണ്ട്. D less than 500 mm assume each reinforcement phase contracts D/2. ഇവിടെ ഓക്കെ, ക്ലിയർ ആണോ? D less than 500 mm assume each reinforcement phase contracts D/2 depth of the concrete. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. 300ലാണ് എങ്കിൽ D/2 ആണ് എടുക്കേണ്ടത്. there is no bottom reinforcement എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഗർ ക്ലിയർ അല്ലേ? ഓക്കെ,
ഡി അണ്ടർ 300 mm, നമുക്ക് 150 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താ ഇത് എടുക്കേണ്ടത്? D/2 ആണ് എടുക്കേണ്ടത്. ആൻഡ് ബോട്ടത്തിൽ ദർ ഇസ് നോ റീൻഫോഴ്സ്മെന്റ്, ബോട്ടം റീൻഫോഴ്സ്മെന്റ് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ യൂഷ്വലി ബോട്ടം റീൻഫോഴ്സ്മെന്റ് കൂടെ പ്രൊവൈഡ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ആവശ്യമില്ല, നമ്മൾ വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണ് 150/2 വന്ന്. സോ ആൻസർ എത്ര വരും? 0.35 divided by 100 into height 1 meter height of the wall into നമ്മുടെ thickness 150/2. ഇതൊന്ന് എഴുതിയിടണേ. ഈ വന്നിരിക്കുന്നത് ആസ് പെർ S6CE ഫിഗർ പേജ് നമ്പർ 6 കേട്ടോ. ഓക്കെ, D/2 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എത്ര കിട്ടി? 262.5 mm സ്ക്വയർ. ഇത് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഈ 150/2 എടുത്തത് എങ്ങനെയാന്നുള്ളത്, സർഫസ് സോൺ നമുക്ക് ലെസ് ദാൻ 300 ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് D/2 എടുക്കാനാണ് ആസ് പെർ കോഡ് IS3370 ക്ലോസ് 8.1 പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ ആൻസർ 0.35/100 into 1000 into 150/2 ഇറ്റ് ഈസ് 262.5 mm സ്ക്വയർ. നമുക്ക് ഒരു ബേസ് ലാബിന് ഒരു 8 mm ഡയാബാസ് യൂസ് ചെയ്യാം. യൂസ് 8 mm ഡയാബാസ്. സോ സ്പേസിംഗ് സ്ലാബ് അല്ലേ, സോ സ്പേസിംഗ് 1000 into small ast by capital AST. So 1000 into small ast എന്താ? 5/4 d square. d square 8 mm. 8 square divided by AST. AST മിനിമം റീൻഫോഴ്സ്മെന്റ്, ഇവിടെ AST എന്ന് എഴുതിയില്ലായിരുന്നേ, സോറി. AST എത്ര വന്നേ? 262.5. എത്ര കിട്ടി? യെസ്, 191.48 mm. ഞാൻ റൗണ്ട് ചെയ്യട്ടെ, സ്പേസിംഗ് അല്ലേ, കുറച്ച് റൗണ്ട് ചെയ്യുക. 150 mm. ഓക്കെ, 191.48 mm ഞാൻ 150 mm ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ നമുക്ക് സ്ലാബ് ആണ്, നമുക്കൊരു കവർ പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് മിനിമം കവർ 45 mm. ഫൈനലി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് at the upper zone, കാരണം ബോട്ടത്തിൽ നോ റീൻഫോഴ്സ്മെന്റ് at the bottom എന്നാ കോഡ് പറഞ്ഞിരിക്കുന്ന upper zone of the base slab in both direction 8 mm diabas at 150 mm center to center spacing. Okay, provide at the upper zone of the base slab in both direction 8 mm diabas at 150 mm center to center spacing. Okay, നമുക്ക് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് നോക്കാം. അതായത് നമ്മൾ വോളും ബോട്ടം സ്ലാബും ആണ് വരുന്നത്. ഡയമെൻഷൻസ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹൂപ്പ് ടെൻഷൻ, കാരണം ബെൻഡിംഗ് മൊമെന്റ് ഷിയർ ഫോഴ്സും ഇല്ല, ഹൂപ്പ് മാത്രമേ ഉള്ളൂ. ഹൂപ്പ് ടെൻഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിന് നമ്മൾ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ചു. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അത് സർക്കംഫറൻഷ്യൽ ആയിട്ട് റിംഗ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വോളിന്റെ തിക്നെസ് സെറ്റ് ചെയ്തു. തിക്നെസ് നമുക്ക് 200 mm ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ റീൻഫോഴ്സ്മെന്റ് മിനിമം റീൻഫോഴ്സ്മെന്റ് എത്രയാ വേണ്ടതെന്ന് മിനിമം റീൻഫോഴ്സ്മെന്റ് ചെക്ക് ചെയ്തു. സോ അതിൽ നമ്മൾ സേഫ് ആയിരുന്നു. പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫോഴ്സ്, അതായത് വെർട്ടിക്കൽ റീൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത 10 mm ഡയാബാസ് അറ്റ് 120 ആണ്. സോ നമുക്ക് റിംഗിന് നമ്മൾ 85 mm അതുപോലെ തന്നെ വെർട്ടിക്കൽ റീൻഫോഴ്സ്മെന്റ് നമ്മൾ 120 ആയിരുന്നു കൊടുത്തത്. നമ്മൾ സ്പേസിംഗ് ചെക്ക് ചെയ്തു, അതും വിത്തിൻ ദ ലിമിറ്റ് ആയിരുന്നു, 300-നുള്ളിലായിരുന്നു, സേഫ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ബോട്ടം സ്ലാബ് ആണ് ഇപ്പം ഡിസൈൻ ചെയ്തത്. ബോട്ടം സ്ലാബിൽ വരുമ്പോഴും നമുക്ക് എന്താ, വാട്ടറിന്റെ ഡൗൺവേർഡ് പ്രഷറും അപ്വേർഡായിട്ട് സോയിൽ പ്രഷറും വരുന്നുണ്ട്. ബിക്കോസ് ഇത് ഗ്രൗണ്ടിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ സർക്കുലർ സ്ലാബ് വിത്ത് യൂഡിയൽ കൺസിഡറേഷൻ എടുത്തു. മിനിമം തിക്നെസ് നമ്മൾ 150 കൊടുത്തു. അപ്പോൾ മിനിമം റീൻഫോഴ്സ്മെന്റ് കൊടുത്തു 0.35 into സർഫസ് സോൺ. സർഫസ് സോൺ വന്നപ്പോഴാണ് നമ്മൾ പേജ് നമ്പർ 6 ആസ് പെർ കോഡ് പ്രകാരം D/2 മതിയായിരുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് ലെസ് ദാൻ 300. സോ 8 mm ഡയാബാസ് യൂസ് ചെയ്തു. സ്പേസിംഗ് ഫൈൻഡ് ഔട്ട് ചെയ്തു. മിനിമം കവർ 45 കൊടുത്തു. പ്രൊവൈഡ് ചെയ്തു 8 mm ഡയാബാസ് അറ്റ് 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. നമുക്ക് ഡീറ്റെയിലിംഗ് കൂടെ നോക്കാം. ഓക്കെ, ഫൈനലി ഡീറ്റെയിലിംഗ്. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ വോള്, ഇതാണ് നമ്മുടെ ബോട്ടം സ്ലാബ്. വെർട്ടിക്കൽ വോളിന്റെ തിക്നെസ് ക്ലിയർ ആണോ? 200 mm ആണ്. ഓക്കെ, തിക്നെസ് 200 mm. വെർട്ടിക്കൽ വോളിന്റെ തിക്നെസ് 200 mm. ബേസ് സ്ലാബിന്റെ ഡെപ്ത് 150 mm.
നമുക്ക് കോടി പറഞ്ഞേക്കുന്ന ബേസ് സ്ലാബില് ദർ ഇസ് നോ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് ദ ബോട്ടം എന്നാ, പക്ഷെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ സോണിൽ നമ്മൾ കണ്ടുപിടിച്ചത് 8 mm ഡയാബാസ് അറ്റ് 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ഇൻ ബോത്ത് ഡിറക്ഷൻ. ലോങ്റ്റിറ്റ്യൂഡിനൽ ഡിറക്ഷനിലും ഓപ്പോസിറ്റ് ഡിറക്ഷനിലും നമ്മൾ 8 mm ക്ലിയർ അല്ല, 8 mm ഡയാബാസ് ആണ് നമ്മുടെ യൂസ് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ചത് ബോത്ത് ഡിറക്ഷൻ, ഓക്കെ, ലോങ്റ്റിറ്റ്യൂഡിനൽ ഡിറക്ഷനിലും ഓപ്പോസിറ്റ് ഡിറക്ഷനിലും 8 mm ഡയാബാസ് അറ്റ് 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ്. അപ്പർ സോൺ ഓഫ് ദ ബോട്ടം സ്ലാബ് അല്ലെ ബേസ് സ്ലാബ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ബോട്ടത്തിൽ നോ റീഇൻഫോഴ്സ്മെന്റ് എന്നാ, പക്ഷെ ഇൻ ദിസ് കേസ് നമ്മൾ ബോട്ടത്തിലും റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ് ബോട്ടത്തിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആവശ്യമില്ല എങ്കിലും നമ്മൾ കൊടുത്തേക്കുവാണ് 8 mm ഡയാബാസ് അറ്റ് 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ഇൻ ബോത്ത് ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിനിമം കവർ ആണ് കൊടുത്തത് 45 mm. സോ ബേസ് സ്ലാബ് ഇത്രയേ ഉള്ളൂ. ഇനി വെർട്ടിക്കൽ വോളും ബേസ് സ്ലാബും എന്ന് പറയുമ്പോൾ ഈ അറ്റ് ബി ജംഗ്ഷൻ എന്ന്, ഇതാണ് ബി ജംഗ്ഷൻ. അവിടെ ഫ്ലെക്സിബിൾ ബേസ് ആണ്, മൂവ്മെന്റ് ഉണ്ട്. സോ നമ്മളിവിടെ സ്ലൈഡിംഗ് ജോയിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീൽ ചെയ്യണം, പ്രോപ്പർ പെയിന്റിംഗ്, സ്ട്രിപ്പ് പെയിന്റിംഗും ചെയ്യണം. സോ ഇതാണ് സ്ലൈഡിംഗ് ജോയിന്റ് കാണിച്ചിരിക്കുന്നത്. അത് കാണിക്കണം ഫ്ലെക്സിബിൾ ബേസ് ആകുമ്പോൾ. ഹൈറ്റ് ടോട്ടൽ 5 meter ആണ്. വാട്ടർ ലെവൽ വരെ 4.75 ആണ്. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് 10 mm, അതായത് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇതാണ് വെർട്ടിക്കൽ ആയിട്ട് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. 10 mm ഡയാബാസ് അറ്റ് 120 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ്. റിംഗ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഈ ഡോട്ട് ആയിട്ട് കാണിച്ചേക്കുന്നത്, സർക്കിൾ ആയിട്ട് കാണിച്ചേക്കുന്നതാണ് 16 mm ഡയാബാസ് അറ്റ് 85 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. അത് നമ്മൾ റിംഗ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ. വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് 10 mm ഡയാബാസ് അറ്റ് 120 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ഇത് വോള്, ഇത് ബേസ്. ഡെപ്ത് 150, തിക്നെസ് 200. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് റിംഗ്സ് 16, ഡിസ്ട്രിബ്യൂഷൻ 10. ഇവിടെ ബോത്ത് ഡിറക്ഷനിൽ 8 mm അറ്റ് 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. പിന്നെ സ്ലൈഡിംഗ് ജോയിന്റ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? വരച്ച് തന്നെ ഡീറ്റെയിലിംഗ് പഠിക്കുക. സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ബേസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. കംപ്ലീറ്റ് ഡിസൈൻ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.